ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പത്തെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയതായിരുന്നു. ഡോക്ടറെ എനിക്ക് കാലുവേദനയായിട്ട് കാണിക്കാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളെ തുഞ്ചൻ പറപ്പൊന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ എടുത്തായിരുന്നു ഡോക്ടറെ കാണിക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ നമ്മളെ തുഞ്ചൻ പറമ്പുണ്ടല്ലോ അതന്നെ കേട്ടോ, തിരൂരിൻ്റെ എഴുത്തച്ഛൻ്റെ നാട് തുഞ്ചൻപറമ്പ്. അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ചിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് മക്കളെ, അപ്പോൾ നമ്മൾ മോനും ഉണ്ടായിരുന്നു മോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് കാണാൻ പോയതായിരുന്നു. അപ്പോൾ മോനാണ് വീഡിയോ എടുത്തത് കേട്ടോ. കുറച്ച് നേരം ഞാൻ അങ്ങനെ എടുത്തിരുന്നു, പിന്നെ ഓന് മടിയായിട്ട് ഓൻ എടുത്തില്ല കേട്ടോ, വേറെ ആൾക്കാരെ കണ്ടപ്പോൾ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പോയത് ഉച്ചക്ക് ചോറുന്നതിൻ്റെ ശേഷമാണ് പോയത്. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ വന്നതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ ഇന്നലെ 1 കിലോ ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങുണ്ടല്ലോ അത് കൊടുന്ന് വെച്ചിരുന്നു. അപ്പോൾ വൈകുന്നേരം ചായക്കടിക്ക് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കിഴങ്ങ് നല്ല സാധനമാണ് ഈ മധുരക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ ഇവിടെ കാക്കൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്കൊരു പൂളുണ്ടല്ലോ, കപ്പയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി രണ്ടും കൂടി വെച്ചതാണ്. അപ്പോൾ അയില കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മുളകിട്ടുകാണ്ട് അത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയില മുളകിട്ടതാണെങ്കിലും മത്തി മുളകിട്ടതാണെങ്കിലും അതിക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തി ആണെങ്കിലും അതും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ അയിലൊക്കെ അതാ നന്നാക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കരക്കിഴങ്ങും പൂളയും കൂടി വെച്ചത് 2 വിസിലടിച്ചിങ്ങാണ്ട് നമ്മൾ എളുപ്പമുണ്ട് എടുത്തില്ല. അത് അങ്ങനെ കിടന്നപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞിട്ട്, പക്ഷേ ഞാൻ കുറച്ച് വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വെന്തുടഞ്ഞാലും ഇതിത്തെ വെള്ളം ഊറ്റി കളയാനൊന്നുമില്ല. അപ്പോൾ ഒരു കിഴങ്ങുണ്ടായിരുന്നു, അത് ഇട്ടതാണ്. 1 കിലോ മധുരക്കിഴങ്ങാണ് ഇട്ടത്. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് വെന്ത് കണ്ട് അടഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്നാണ് മൂടി വെക്കട്ടെ. അപ്പം ഞാൻ മീനൊന്ന് അടിപൊളിയായിട്ടൊന്ന് മുളകിടണം. അപ്പം മീൻ മുളക് ഇട്ട് കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര പൂതിയിട്ടാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് എളുപ്പം കറി വെക്കുന്നത്. അപ്പോൾ ചട്ടി വെച്ചിങ്ങാണ്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ കറി ഉണ്ടാക്കിയാലും നല്ല രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവൊക്കെ പൊട്ടിച്ചിങ്ങാണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ, ചെറിയ സവാളൻ്റെ. അപ്പോൾ സവാള കുറച്ച് മാത്രം ഇടാവൂ. അപ്പോൾ നമുക്ക് മുളക് കറിക്ക് ടേസ്റ്റ് കുറയും. തക്കാളി കുറച്ച് കൂടുതലായിട്ട് ഇടണം. അതുപോലെ 2-3 പച്ചമുളകും അതൊക്കെ എണ്ണ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ മാങ്ങ എടുത്തതിൻ്റെ അണ്ടി ഉണ്ടായിരുന്നല്ലോ, അത് അവിടെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുളക് കറിയിൽ മാങ്ങൻ്റെ ഈ അണ്ടിയൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ടുകൊണ്ട് നമ്മൾ ചെറിയ തീയിലൊന്ന് മൂടി വെച്ചിരുന്നു. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. പൊടികൾ മല്ലിപ്പൊടി ഇടൂല, മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ മുളക് കറി ഞാൻ ഇടലുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെ മുളക് കറി വെക്കുമ്പോൾ കൂടുതലും ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലൊന്ന് ആദ്യമൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കറിക്കൊന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതെല്ലാവർക്കും അറിയണതാണ് ഈ കറി അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളമാക്കണില്ല, അത്യാവശ്യം കട്ടിക്കുള്ള കറി തന്നെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പാകമാക്കിയെടുത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി കണ്ട് തിളപ്പിക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്നും കണ്ട് കുറുകി വരും. അപ്പോൾ ആ സമയത്ത് മീനിട്ട് കൊടുത്താൽ അടിപൊളിയായിട്ടിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ സൂപ്പറാണ്. അപ്പം ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി ജീരകം ഒന്നും ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ പുതിയ മീനാകുമ്പോൾ എങ്ങനെ കറി വെച്ചാലും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലാഷൊക്കെ കെട്ടപ്പോഴാണ് കേട്ടോ അതിൻ്റെ വെളിച്ചമൊക്കെ പോയത്. അപ്പോൾ അത് കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. പിന്നെ മീനും കൂടി ഇട്ട് കൊടുക്കുക.
അപ്പോൾ മീനിട്ട് കൊടുത്താൽ ഒരു തിള മാത്രം തിളച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ മൺചട്ടിയിലാവുമ്പോൾ പിന്നെ അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പെട്ടെന്ന് മീനൊക്കെ നല്ല വെന്തുടഞ്ഞുണ്ട് പോട്ടോ. പിന്നെ അത്യാവശ്യം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മീനിൻ്റെ തലകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനിൻ്റെ ചെളുക്കൊക്കെ കുറച്ച് ഒഴിവാക്കി കണ്ട് അതിൻ്റെ തലയൊക്കെ എടുക്കും. അപ്പോൾ അതിലൊക്കെ ആകുമ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം തന്നെയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതാ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി കണ്ട് അപ്പോൾ അതൊക്കെ ഇളക്കി കൊടുത്തിക്കാണ്ട് ഒന്നും കണ്ട് മൂടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറിയൊക്കെ റെഡിയായി കിട്ടി. കുറച്ച് മീനെ പൊരിക്കാനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയൊക്കെ റെഡി ആയതിൻ്റെ ശേഷം അതിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് കഴിക്കാടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം ഊറ്റി കളയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പാകത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഉപ്പും കൂടി ഇട്ടിട്ടാണ് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ കപ്പനിട്ട് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പം മീൻ മുളകിട്ട അടിപൊളി ഇട്ടാ അതിൽ. അപ്പോൾ മുളക് കറിയൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് നല്ല മീനാകുമ്പോൾ എങ്ങനെ കറി ഉണ്ടാക്കിയാലും നല്ല രസമാണല്ലേ. അപ്പോൾ അങ്ങനെ ഈ കപ്പയും ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഇതിലേക്ക് ബീഫാണെങ്കിൽ എന്താണെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മളിത് അതിൽ മുളക് ഇട്ട് കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ കേട്ടോ. രാത്രിയിൽ ഇന്ന് പഴം ഉപ്പേരി വെച്ചിരുന്നിട്ട് നേന്ത്രപ്പഴം പിന്നെ മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ തന്നെയായിരുന്നു. അപ്പം നമ്മൾ ചോറുന്നിട്ടില്ല, മോൻ കുളമ്പി കൊടുത്തപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.